ഹലോ എവ്രി വൺ, വെൽക്കം ടു ബിഗ് ലേണിംഗ്. സോ UGC നെറ്റ് എക്സാമിനേഷൻ ജൂണിലേക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആസ്പിരൻസിന് ഏണസ്റ്റ് അക്കാദമിയുടെ മറ്റൊരു ലെക്ചറിലേക്ക് സ്വാഗതം. ഇന്ന് ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീസെൻ്റ്ലി വന്നിരിക്കുന്ന ഒരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷനെ പറ്റിയാണ്. UGC റീസെൻ്റ്ലി ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പിൻ്റെ യോഗ്യത സംബന്ധിച്ച് ഒരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിരുന്നു. ഈ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ആസ്പിരൻസിന് വളരെ കൺഫ്യൂഷനാണ്. എന്താണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്? നെറ്റ് എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടേക്ക് ഒരു യോഗ്യതയായിട്ട് കൺസിഡർ ചെയ്യില്ലേ? അങ്ങനെ തുടങ്ങി പല കൺഫ്യൂഷൻസാണ് ഇന്ന് ആസ്പിരൻസിലുള്ളത്. ഈ ഒരു സെഷൻ വഴി നമ്മൾ എയിം ചെയ്യുന്നത് ആ ഒരു കൺഫ്യൂഷൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. സോ എന്തൊക്കെയാണ് ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നതെന്ന് നമുക്ക് ആദ്യം കാണാം. ആദ്യമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് ക്വാളിഫിക്കേഷനിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. അതായത് അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പ് യോഗ്യതയ്ക്ക് ഇനിയുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അതിനുശേഷം 75% ഡിഗ്രിയിൽ ക്വാളിഫൈ ചെയ്യുകയും അതിൽ നിന്ന് ഡയറക്റ്റ്ലി PhD എൻട്രൻസ് പോസിബിൾ ആണ്. 75% ഉണ്ടെങ്കിൽ PhD എൻട്രൻസ് നമുക്ക് നടത്താം. അപ്പോൾ ആ ലെവലിൽ ഡിഗ്രിയിൽ 75 എലോങ് വിത്ത് PhD ഒരു യോഗ്യതയായിട്ട് കൺസിഡർ ചെയ്യുന്നു. രണ്ടാമതായിട്ട് PG കംപ്ലീറ്റ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ PGയും PhDയും ഒരു യോഗ്യതയായിട്ട് കൺസിഡർ ചെയ്യാം. ഇല്ലെങ്കിൽ നെറ്റ് അല്ലെങ്കിൽ സെറ്റ് അല്ലെങ്കിൽ എസ്ലെറ്റ് പോലുള്ള എക്സാമിനേഷനും യോഗ്യതയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം എന്നാണ് പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം പറയുന്നത്. അതായത് മിനിമം യോഗ്യത നെറ്റ് പറഞ്ഞിരുന്ന സാഹചര്യങ്ങളിൽ നെറ്റ് ഒരു മിനിമം യോഗ്യത ഈ ഒരു കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഇപ്പോൾ വരുന്നത്. അതിനർത്ഥം നെറ്റ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒന്നെങ്കിൽ PhD ഉണ്ടാവണം, അല്ലെങ്കിൽ മറ്റ് സെറ്റ് പോലുള്ള എസ്ലെറ്റ് പോലുള്ള എക്സാമിനേഷൻസും നെറ്റിന് പാരലലി നമുക്ക് കൺസിഡർ ചെയ്യാം എന്നാണ് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം പറയുന്നത്. ഓക്കെ, അപ്പോൾ അതോടൊപ്പം നിങ്ങൾ ഓർക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടിയുണ്ട്. ഡോക്ടറൽ ഒരു മാൻഡേറ്ററി തിങ് ആയിട്ട് മാറുവാണ്. അതായത് PhD യോഗ്യത എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പിൽ എൻ്റർ ചെയ്ത ഒരു വ്യക്തിക്ക് എൻ്റർ ചെയ്തതിന് ശേഷം PhD എടുക്കുക എന്നുള്ളത് ഒരു മാൻഡേറ്ററി തിങ് ആയിട്ട് മാറുന്നു. ബിക്കോസ് PhD ഉണ്ടെങ്കിൽ മാത്രമാണ് പിന്നീട് അസോസിയേറ്റ് പ്രൊഫസർഷിപ്പിനും അതിന് മുകളിലേക്കുള്ള പ്രൊഫസർഷിപ്പിനും ഒക്കെയുള്ള യോഗ്യത PhDയുടെ ബേസിൽ മാത്രമായിരിക്കും പിന്നീട് സംഭവിക്കുന്നത്. അപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പിൽ നിന്ന് മുകളിലേക്ക് പോകണമെങ്കിൽ PhD മസ്റ്റാണ്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നതും ആ രീതിയിലായിരിക്കണം. അതായത് നെറ്റ് യോഗ്യത ഇല്ലെങ്കിൽ നമുക്കുള്ള ഓപ്ഷൻസ് ആദ്യം അല്ലെങ്കിൽ PG കഴിഞ്ഞതിന് ശേഷം PhD എൻട്രൻസ് എഴുതി എൻട്രൻസ് വഴി നമുക്ക് PhD കംപ്ലീറ്റ് ചെയ്യാം. PhDക്ക് ശേഷം അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പിലേക്ക് എൻ്റർ ചെയ്യാം. അല്ലെങ്കിൽ സെറ്റ് എഴുതി ജയിച്ചതിന് ശേഷം അതിനുശേഷം PhDയിലേക്ക് പോകാം. സെറ്റ് എഴുതി കഴിഞ്ഞാൽ അതൊരു മിനിമം യോഗ്യതയായിട്ട് കൺസിഡർ ചെയ്യും. നമ്മൾ ഓർക്കണം, അതൊരു മിനിമം യോഗ്യതയാണ്. ബിക്കോസ് ഓരോ യൂണിവേഴ്സിറ്റിയും ഈ ഓരോ ക്വാളിഫിക്കേഷനും അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പ് സെലക്ഷന് വേണ്ടിയുള്ള ക്രൈറ്റീരിയാസിൽ സ്കോർസ് കൊടുത്തിട്ടുണ്ട്. ആ സ്കോറിൽ നെറ്റ് ഹോൾഡേഴ്സിന് അതിൻ്റേതായ ഒരു സ്കോറിംഗ് ഉണ്ട്. അതേപോലെ JRF ഉണ്ടെങ്കിൽ അഡീഷണൽ സ്കോർസ് നമുക്ക് കിട്ടും. ദെൻ PhD വഴി PhDയിൽ എൻ്റർ ചെയ്യുന്നത് വഴി അതിൽ നിന്നും നമുക്ക് വീണ്ടും അഡീഷണൽ സ്കോറിങ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പോവേണ്ടതെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. ഈ നെറ്റ് എന്ന് പറയുന്ന മിനിമം യോഗ്യത ഒഴിവാക്കുന്നത് വഴി സംഭവിക്കുന്നത് അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പിലേക്കുള്ള എൻട്രി ഈസി ആവുകയല്ല. നെറ്റ് നമുക്ക് ഉള്ള ഒരു അഡീഷണൽ യോഗ്യതയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് സെറ്റ് ഹോൾഡറും നെറ്റ് ഹോൾഡറും ഉണ്ടെങ്കിൽ ആർക്കായിരിക്കും കൂടുതൽ പ്രിവിലേജ് കിട്ടുക എന്ന് നമ്മളെപ്പോഴും ആലോചിക്കുക. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ചേഞ്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസിനെ പറ്റി എന്തൊക്കെ വേണമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി സെറ്റ് നെറ്റ് എസ്ലെറ്റ് പോലുള്ള റിക്വയർമെൻറ്റ്സിനെ പറ്റി ഓർക്കുക. അത് ഞാൻ പറഞ്ഞു, നെറ്റായിരുന്നു മാൻഡേറ്ററി തിങ്. ആ നെറ്റ് എന്ന് പറയുന്ന ബേസിക് ക്വാളിഫിക്കേഷൻ കുറച്ചുകൂടെ താഴോട്ട് വരുവാണ്. സെറ്റോ എസ്ലെറ്റോ വച്ചുകൊണ്ട് നമുക്ക് നമുക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പിലേക്ക് എൻ്റർ ചെയ്യാം. അവിടെ പറയുന്നത് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് മാൻഡേറ്ററി ആയി മാറുന്നു. അതായത് അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പിലേക്ക് വരുമ്പോൾ ഒന്നെങ്കിൽ നെറ്റ് അല്ലെങ്കിൽ സെറ്റ് എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ മാൻഡേറ്ററി ആവുന്നു. പക്ഷേ നിങ്ങൾ ഓർക്കണം, അവിടെ നിന്നും മുകളിലേക്ക് പോകണമെങ്കിൽ PhD ഈസ് എ മസ്റ്റ്. ഓക്കെ, സോ എൻട്രി ലെവലിൻ്റെ ബേസിൽ മാത്രമാണ് ആ ഒരു ക്രൈറ്റീരിയ പറയുന്നത്. ദെൻ പിന്നീട് നമ്മളുടെ നോട്ടിഫിക്കേഷൻ പറയുന്ന മറ്റൊരു ഏരിയ ഡിസിപ്ലിനറി ഫ്ലെക്സിബിലിറ്റിയാണ്. അതായത് കാൻഡിഡേറ്റ്സ് ക്യാൻ ടീച്ച് സബ്ജക്ട്സ് അലൈൻഡ് വിത്ത് their highest academic qualification even if their previous degrees were different discipline. അതായത് നമ്മുടെ ഹയസ്റ്റ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MBA ആണ്. അതിന് മുമ്പ് നമ്മൾ പഠിച്ചിരുന്ന സബ്ജക്റ്റുകൾ, ഇപ്പോൾ ഡിഗ്രി ചെയ്തിരിക്കുന്നത് മറ്റേതെങ്കിലും ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മളുടെ ഹയസ്റ്റ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഏതാണോ അത് വെച്ചുകൊണ്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റുകൾ ക്ലാസ് റൂമുകളിൽ പഠിപ്പിക്കാം.
ഇതാണ് മറ്റൊരു മാറ്റം വന്നിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ PhD എടുത്തിരിക്കുന്ന ഏരിയ, സബ്ജക്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഏതാണോ ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമുക്ക് എടുക്കാം, ഈവൻ ഇഫ് അവർ പ്രീവിയസ് ഡിഗ്രി ഈസ് സംതിങ് എൽസ്. ആ രീതിയിലാണ് അടുത്തൊരു റിക്വയർമെൻറ്റ് പറയുന്നത്. ഡിസിപ്ലിനറി ഫ്ലെക്സിബിലിറ്റി ഈസ് ദെയർ. പിന്നെ വരുന്ന ചേഞ്ച് പ്രമോഷൻ ക്രൈറ്റീരിയ ആണ്. ഇതാണ് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത്. ഇനി അങ്ങോട്ടേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പിൽ നിന്ന് മുകളിലേക്ക് പോകണമെങ്കിൽ PhD ഈസ് മാൻഡേറ്ററി. അപ്പോൾ നമ്മളിപ്പോൾ നെറ്റ് ആസ്പിരൻസ് ആണ് അല്ലെങ്കിൽ JRF ആസ്പിരൻസ് ആണെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്നത് എന്തായിരിക്കണം? ഈ ഒരു ക്വാളിഫിക്കേഷൻസ് നേടിയെടുക്കുക, ഡയറക്റ്റ്ലി എങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യുക? PhDയിലേക്ക് എൻ്റർ ചെയ്യുക. സോ PhD ചെയ്യുക, PhD ഈസ് എ മസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുവാണ്. സോ പ്രമോഷൻ ഫോർ ഹയർ റാങ്ക്സ് റിക്വയർസ് PhD. ഓക്കെ, അതാണ് പ്രധാനമായിട്ടും പറയുന്നത്. സോ ആ PhDയുമായി ബന്ധപ്പെട്ട് നമ്മൾ പബ്ലിക്കേഷൻസ് നടത്തേണ്ടതുണ്ട്. ദെൻ അതേപോലെ മറ്റ് ചില ക്രൈറ്റീരിയാസ് കൂടി അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. മേജർ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവണം, ഇന്നോവേറ്റീവ് ടീച്ചിങ്, റിസർച്ച്, കൺസൾട്ടൻസി ആൻഡ് കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് പോലുള്ള ഏരിയാസിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻസ് വേണം. അതൊക്കെയാണ് പ്രമോഷനെ എലിജിബിൾ ആക്കുന്നതെന്ന് നോട്ടിഫിക്കേഷൻ പ്രകാരം പറയുന്നു. ദെൻ ഇൻക്ലൂഷൻ ആൻഡ് ഡൈവേഴ്സിറ്റി മറ്റൊരു ഏരിയ. അതായത് റെഗുലേഷൻ എംഫസൈസസ് ഇൻക്ലൂസിവിറ്റി ബൈ പ്രൊവൈഡിങ് റിലാക്സ്ഡ് ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ ആൻഡ് പ്രൊമോട്ടിംഗ് ദി യൂസ് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസ് ഇൻ അക്കാഡമിക് സെറ്റിംഗ്സ്. സോ ക്വാളിഫിക്കേഷനിൽ ചില റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. നെറ്റ് എന്ന് പറയുന്ന ആ യോഗ്യതയിൽ നിന്നും മറ്റ് ഇപ്പോൾ സെറ്റ് പോലുള്ള സ്റ്റേറ്റ് ലെവൽ എലിജിബിലിറ്റി ടെസ്റ്റുകൾ കൂടി അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിലേക്കുള്ള എൻട്രി ആയിട്ട് കൺസിഡർ ചെയ്യും. പക്ഷേ അതുവഴി ഒരിക്കലും അക്കാഡമിക് എക്സലൻസിനെ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി UGC തയ്യാറല്ല. അത് തന്നെയാണ് കാണിക്കുന്നത്. അതൊരു എൻട്രി ലെവലിലാണ്. ഈവൻ ഇഫ് നമ്മളിപ്പോൾ സെറ്റ് ക്ലിയർ ചെയ്തതിന് ശേഷം UGCയുടെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നെറ്റ് ഹോൾഡേഴ്സിനെയും സെറ്റ് ഹോൾഡേഴ്സിനെയും കൺസിഡർ ചെയ്യുമ്പോൾ ആർക്കായിരിക്കും കൂടുതൽ പ്രിവിലേജ് കിട്ടുന്നത് ചിന്തിക്കുക. ദെൻ നെറ്റിന് ശേഷം നെറ്റ് അല്ലെങ്കിൽ JRF നേടിയെടുക്കുന്ന വഴി നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് PhD ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ PhDയിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി തന്നെ നമുക്ക് പബ്ലിക്കേഷൻ ഇസ് മാൻഡേറ്ററി. അതുവഴിയും നമ്മളുടെ ഇൻ്റർവ്യൂ സ്കോഴ്സിനകത്ത് കൂടുതൽ സ്കോറുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. സോ ഓരോ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള എൻട്രൻസ് ക്രൈറ്റീരിയാസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നെറ്റ് എക്സാമിനേഷൻ ആയാലും അതിനുശേഷമുള്ള PhD ആയാലും ഈവൻ JRF ഹോൾഡേഴ്സ് ആയവർക്കും കിട്ടുന്ന അഡീഷണൽ സ്കോറിങ് എങ്ങനെയാണെന്ന്. ആ സ്കോറിങ് ശരിക്കും നമ്മുടെ സെലക്ഷനെ ബാധിക്കും. ഓക്കെ, സോ അതിനൊരു എക്സാമ്പിൾ ഞാനിവിടെ കാണിക്കുന്നു. ഇതൊരു യൂണിവേഴ്സിറ്റിയുടെ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പിൻ്റെ സ്കോറിങ് ക്രൈറ്റീരിയ ആണ്. കെൻസി അക്കാഡമിക് റെക്കോർഡ്സിന് കൊടുക്കുന്ന സ്കോർസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാം. ഒന്ന്, ഗ്രാജുവേഷൻ ആണെങ്കിൽ ഗ്രാജുവേഷന് 80% കൂടുതൽ സ്കോർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 15 മാർക്സ് അവിടെ തന്നെ കിട്ടുന്നുണ്ട്. ദെൻ 60% അല്ലെങ്കിൽ 80% വരെയാണെങ്കിൽ 13 മാർക്സും 55% ടു 60% ആ ഒരു റേഞ്ചിൽ വരുവാണെങ്കിൽ 10 മാർക്സുമാണ് വെയിറ്റേജ് കിട്ടുന്നത്. ഓക്കെ, അവിടെ നിങ്ങൾ നോക്കേണ്ടത് പോസ്റ്റ് ഗ്രാജുവേഷൻ, ഗ്രാജുവേഷൻ ലെവലൊക്കെ പറയുന്നുണ്ട്, അതിൻ്റെ എല്ലാം സ്കോർ പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്, നെറ്റ് വിത്ത് JRF ആണെങ്കിൽ സ്കോർ ഈസ് 7 പോയിൻറ്റ്സ് നിങ്ങൾക്ക് അവിടെ കിട്ടും. നെറ്റോ അതിൻ്റെ ഈക്വലൻറ്റോ ആണെങ്കിൽ 5 പോയിൻറ്റ്സ് അവിടെ കിട്ടുന്നുണ്ട്. ദെൻ ഈ JRF യോഗ്യത നേടിക്കഴിഞ്ഞാൽ റൈറ്റ് അവേ നമുക്ക് PhDയിലേക്ക് എൻ്റർ ചെയ്യാമെന്ന് പറഞ്ഞു. റൈറ്റ്, PhD ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ 30 വയസ്സ് താഴെയുള്ള ഓരോ ആസ്പിരൻസും ടാർഗറ്റ് ചെയ്യുന്നത് JRF ആണ്. JRF നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് PhDയിലേക്ക് എൻ്റർ ചെയ്യാം. PhD വഴി നമുക്ക് സ്കോർ ചെയ്യാവുന്നത് 30 മാർക്സാണ്. ഈ PhD വഴി തന്നെ 30 മാർക്സ് നമ്മൾ സ്കോർ ചെയ്യുന്നതായിട്ട് പറഞ്ഞു. അപ്പോൾ JRF ആണ് ബേസ്. JRF എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ലെവൽ ഇസ് PhD, ബിക്കോസ് സ്റ്റൈഫൻഡോട് കൂടി നമുക്ക് പഠിക്കാം. അങ്ങനെ ഒരു ഓപ്ഷനാണ് കിട്ടുന്നത്. സോ ആ PhD നമ്മൾ ചെയ്യുന്നത് വഴി തന്നെ യു വിൽ ഹാവ് 2 or more പബ്ലിക്കേഷൻസ്. ഇപ്പോൾ പബ്ലിക്കേഷൻസ് എല്ലാ യൂണിവേഴ്സിറ്റിയും തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പബ്ലിക്കേഷൻസ് നമ്മൾ ചെയ്യും, അതുവഴി നമുക്ക് അഡീഷണൽ 10 മാർക്സ് കിട്ടും. ഓക്കെ, പിന്നെ ടീച്ചിങ് എക്സ്പീരിയൻസ് വരുന്നത്, അതായത് ഈ JRF ക്ലിയർ ചെയ്യുന്നത് വഴി ഇവൻ നെറ്റ് ആയാലും നെറ്റ് ക്ലിയർ ചെയ്യുമ്പോഴും JRF ക്ലിയർ ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 2 മാർക്സ് ആണ്. പക്ഷേ അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് PhD ആണ്. റൈറ്റ് അവേ PhD കോഴ്സുകളിൽ ജോയിൻ ചെയ്യുക. PhD ചെയ്ത് JRF ആണെങ്കിൽ സ്റ്റൈഫൻഡോട് കൂടി നമുക്ക് ചെയ്യാം. അത് ചെയ്യുന്നത് വഴി നമുക്ക് അഡീഷണൽ 30 പോയിൻറ്റ്സ് ആണ് യോഗ്യതയായിട്ട് ആഡ് ചെയ്യപ്പെടുന്നത് ഇൻ്റർവ്യൂസിൽ. ആ 30 പോയിൻറ്റ്സിൻ്റെ ഒപ്പം 10 പോയിൻറ്റ്സ് പബ്ലിക്കേഷൻസിന് പറയുന്നുണ്ട്. ആ 2 പബ്ലിക്കേഷനും PhD ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നടത്താറുണ്ട് സാധാരണഗതിയിൽ. അതുവഴി 40 പോയിൻറ്റ്സ് വരെ സ്കോർ ചെയ്യാവുന്ന 40+ സ്കോർ ചെയ്യാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് യഥാർത്ഥത്തിൽ നെറ്റ് JRF ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മളെപ്പോഴും ഈ എക്സാമിനേഷനെ വ്യൂ ചെയ്യേണ്ടത്. സോ യോഗ്യത, മിനിമം യോഗ്യതയിലുള്ള മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പിനെ ബാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ബിക്കോസ് മിനിമം യോഗ്യത കുറയുന്നു എന്ന് പറഞ്ഞാൽ
അതിനുശേഷം വരുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് അത് കുറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളൊരു ഹയർ ലെവലിലേക്ക് പ്രൊമോഷൻ വേണമെങ്കിലും ഈവൻ എൻട്രി ആയാലും ഈ ക്രൈറ്റീരിയാസ് അതെ. നമ്മളിപ്പോൾ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ഈ ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇത് വെച്ചിട്ടായിരിക്കും നമ്മുടെ വാല്യുവേഷൻ നടക്കുന്നത്, നമ്മളുടെ സ്കോർ വരുന്നത്. ആ സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് റാങ്ക് ലിസ്റ്റിലേക്ക് പോകുന്നത്. അപ്പോൾ അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു ലെവലിൽ തന്നെ നമ്മൾ JRF ടാർഗറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. JRF നേടിക്കഴിഞ്ഞാൽ ദെൻ PhD വഴി നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിലേക്ക് എൻ്റർ ചെയ്യാം. അതുവഴിയുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പിന്നീട് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിൽ എൻ്റർ ചെയ്തതിന് ശേഷം PhD ചെയ്യുക എന്ന് പറയുന്നത് ആണ് അടുത്ത ഒരു ഓപ്ഷൻ ഉള്ളത്. ടഫാണ്, എന്നാലും ഹയർ ലേണിംഗ് അല്ലെങ്കിൽ ഹയർ പ്രൊമോഷൻസ് എയിം ചെയ്യുകയാണെങ്കിൽ PhD ഈസ് എ മസ്റ്റ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മാറുന്നു. സോ ഈ നോട്ടിഫിക്കേഷൻ വഴി, നോട്ടിഫിക്കേഷൻ ഡ്രാഫ്റ്റ് ആണ്, ഫൈനൽ നോട്ടിഫിക്കേഷൻ അല്ല. ഈ നോട്ടിഫിക്കേഷൻ വഴി നമ്മൾ ഓർക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഇതാണ്. അതായത് ബേസിക് യോഗ്യതയിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് ഏറ്റവും മിനിമം യോഗ്യതയിലുള്ള മാറ്റം മാത്രമാണ്. അതുകൊണ്ട് ഒരിക്കലും നെറ്റ് JRFൻ്റെ സിഗ്നിഫിക്കൻസ് കുറയുന്നില്ല. രണ്ടാമതായിട്ട് ചില ഫ്ലെക്സിബിലിറ്റി, അക്കാഡമിക് ഫ്ലെക്സിബിലിറ്റി വരുന്നുണ്ട്. അത് നമുക്ക് ബെനിഫിഷ്യലായിട്ട് വരാം. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഓർക്കുക. കൂടുതൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ടത്. ഏണസ്റ്റ് അക്കാഡമിയുടെ UGC നെറ്റ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. 2 ഇയർ വാലിഡിറ്റിയോട് കൂടിയാണ് ഈ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഒരിക്കൽ ജോയിൻ ചെയ്തവർക്ക് 4 അറ്റംപ്റ്റുകളാണ് ഈ ഒരു എക്സാമിനേഷനിൽ നടത്താൻ സാധിക്കുന്നത്. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ദെൻ കൂടുതൽ ഇൻഫർമേഷൻസ് ഇതുമായി ബന്ധപ്പെട്ട് അറിയാനും അതേപോലെ നമ്മുടെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് പറയാനുമായിട്ടൊരു ഗൂഗിൾ ഫോം ഇതോടൊപ്പം അറ്റാച്ച് ചെയ്യുന്നുണ്ട്. കൂടുതൽ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വിടാം. ഏതെങ്കിലും അഡീഷണലി അറിയാൻ വേണ്ടി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു എവരിവൺ.